ജനുവിനായി എനിക്കും ചോദിക്കാനുള്ളൊരു ചോദ്യം അതാണ്. എത്ര കാലം താങ്കൾ MLA ആയും MP യുമായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്? എന്ത് തേങ്ങയാണ് താങ്കൾ കേരളത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. 45 വർഷം തിരുവനന്തപുരം നഗരസഭ ഭരിച്ച നിങ്ങൾ എന്ത് മെച്ചമാണ് അവിടത്തേക്ക് ഉണ്ടാക്കി കൊടുത്തത്? എന്തെങ്കിലും മെച്ചം ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ജനങ്ങൾ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് BJP-യെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുമായിരുന്നു. പ്ലാൻ ചേഞ്ച് ആയെന്നോ, പ്ലാൻ ഇനി നടപ്പിലാക്കുന്നില്ലെന്നോ, ഇനി പിണറായിയും താങ്കളുടെ പാർട്ടിക്കാരും ചെയ്യുന്നത് പോലെ ജനരോഷം ഉയരുമ്പോൾ U-turn അടിക്കുന്നോ അവർ പറഞ്ഞില്ല. അതാണ് ജനാധിപത്യം. അല്ലാതെ അങ്ങനെ ചോദിക്കുന്ന ജനത്തിന്റെ തലയെ കയറി മുള കരക്കുന്നതും അവന്റെ ജോലി കളയുന്നതുമല്ല ജനാധിപത്യം എന്ന ബോധം അദ്ദേഹത്തിനുണ്ട്. 45 വർഷം ഉണ്ടാക്കാൻ കഴിയാത്തത് 25 ദിവസം കൊണ്ട് ഉണ്ടാക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? ഒരൽപ്പം ഉളുപ്പില്ലേ? എന്തിനാണ് നവകേരള സദസ്സ്? ആളുകൾ എന്തിനാണ് നിങ്ങൾ ഈ രാജാപാർട്ടി യുദ്ധം നടത്തുന്നിടത്തേക്ക് വരുന്നത്? അത് തന്നെ നിങ്ങളുടെ കഴിവുകേടാണ്. ഇത്രയധികം സിസ്റ്റത്തെ, ഇവിടുത്തെ മനുഷ്യരെ നശിപ്പിച്ചു വെച്ചിരിക്കുന്ന നിങ്ങൾ മതേതരത്വത്തെ പറ്റി സംസാരിക്കുന്നു, പറഞ്ഞ വാക്ക് പാലിക്കാത്തതിനെ പറ്റി സംസാരിക്കുന്നു. അതാണ് വീണ്ടും ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? എന്ത് വാക്കാണ് നിങ്ങൾ പാലിച്ചിട്ടുള്ളത്? എയിംസ് എന്നൊക്കെ പറയാനായി അല്ലേ സഖാവേ? എത്ര നാളായി കേരളം ഭരിക്കുന്നത്? എന്ത് മഹത്വലിയാ കൊണ്ടുവന്നിരിക്കുന്നത്? അങ്ങനെ തന്നെയാ ചോദിക്കുന്നത്. എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ അറിയുമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്? അദ്ദേഹം പുട്ടിന്റെ തോളത്ത് ഇങ്ങനെ കൈയിട്ട് നടക്കുന്ന ഒരു മന്ത്രിയാണ്. അവർ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഇടുന്ന കണ്ടാൽ തന്നെ നമുക്ക് കൊതിയായി പോകും. അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പാണ് ലോക നേതാവുമായിട്ട്. ഞാനിപ്പോ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ പോകുന്നത് CPI-യുടെ ബിനോയ് വിശ്വം സഖാവിന്റെ ഒരു പ്രതിഷേധ പോസ്റ്റാണ്. ഒരു പ്രതികരണം എന്നോ അല്ലെങ്കിൽ വിമർശനം എന്നൊക്കെ അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമില്ലാത്ത പോസ്റ്റ്. ഈ പോസ്റ്റ് വായിച്ചിട്ട് രണ്ട് പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആദ്യം പോസ്റ്റ് വായിക്കാം. നഗരസഭയിൽ BJP ഭരണം ഉറപ്പുവരുത്തിയതിൽ സന്തോഷം പൂണ്ട് കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും തിരുവനന്തപുരം ജില്ലയുടെ സമ്പൂർണ്ണ വികസനത്തിനുമായി വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്താനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം സന്ദർശിക്കുന്നു എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടത്തിയ സന്ദർശനം കേരളീയരെ അക്ഷരാർത്ഥത്തിൽ ഇളിഭ്യരാക്കി. പുലിവരുന്നേ എന്ന ചൊല്ലിനെ ഓർമ്മിപ്പിക്കും വിധം ദീർഘനാളായി കേരളം കേട്ടുകൊണ്ടിരുന്ന മൊഴിയാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾക്കായി പ്രധാനമന്ത്രി മോഡി തിരുവനന്തപുരത്ത് എത്തുന്നു എന്നത്. യാതൊരു വികസന പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേരളത്തിന് ലഭ്യമാകേണ്ട എയിംസിനെ കുറിച്ച് അദ്ദേഹം മനഃപൂർവ്വ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, കേരളത്തിന് ലഭിക്കാനുള്ള 5783 കോടി രൂപ ലഭ്യമാക്കുന്ന കാര്യത്തിലും മൗനം പാലിച്ചു. അതിവേഗ റെയിൽ തിരുവനന്തപുരം സന്ദർശനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് കൊട്ടിഘോഷിച്ച BJP നേതൃത്വം ഇപ്പോൾ എന്തു പറയുന്നു? BJP-യെ ജയിപ്പിച്ചാൽ ഡബിൾ എഞ്ചിൻ സർക്കാർ വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കേരളീയരെ കളിയാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കേണ്ടതില്ല. കേരളത്തിന്റെ മതേതര മനസ്സിനെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ വേലികെട്ടിത്തിരിക്കാനുള്ള BJP നയം സംസ്ഥാനത്ത് വിലപ്പോവില്ലെന്ന് മോഡി മനസ്സിലാക്കുന്നതാണ് നല്ലത്. എന്താ അല്ലേ? ഭയങ്കരം. ഒന്നാമതായിട്ട് നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിറപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇദ്ദേഹം എഴുതാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ദിവസം കഴിഞ്ഞു ഈ സാധനം പോസ്റ്റ് ചെയ്തിട്ട്. അതിന് വ്യാപകമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. 1-2 കമന്റ്സ് ഞാൻ വായിക്കാൻ വേണ്ടി കൂടി ആഗ്രഹിക്കുകയാണ്. അതും കൂടി ഒന്ന് കണ്ടോ. പ്രിയ സഖാവ് MP ആയിരുന്നപ്പോൾ കേരളത്തിൽ നടപ്പാക്കിയ ഒരു ജനകീയ പദ്ധതി ഒന്ന് പറഞ്ഞു തരാമോ? ക്യാൻ യു സ്പെൽ ഔട്ട് എ പ്രോജക്ട് ഓഫ് യുവേഴ്സ് വൈൽ യു വെയർ ആൻ MP? കഴിഞ്ഞ 10 വർഷമായിട്ട് നീയൊക്കെ അത് തന്നെയല്ലേ കേരളത്തിലെ ജനങ്ങളോടും കാണിക്കുന്നത്? എന്നിട്ട് നാട്ടുകാരെ മൂക്കാൻ ഓരോ ഡയലോഗുമായി വന്നോളൂ. ബിനോയ് വിശ്വം ചേട്ടൻ മന്ത്രിയായും MLA ആയും MP ആയും എത്ര വർഷം ഡൽഹിയിലും കേരളത്തിലും തിന്നും കുടിച്ചു നടന്നു? നാടിന് വേണ്ടി ചെയ്ത ഒരു കാര്യം പറയൂ. വിശ്വാസന്റെ പാർട്ടിക്കാർ BJP-യിലേക്ക് ചാടുന്നു. താൻ ഒരു ചതിയൻ ചന്തുവായി മാറുന്നു. അണ്ണൻ ലൈം ലൈറ്റിൽ നിൽക്കാൻ നല്ലവണ്ണം ബുദ്ധിമുട്ടുന്നുണ്ട്. ബാക്കി വായിച്ചു കഴിഞ്ഞാൽ നാറും, നല്ല രീതിയിൽ നാറും. സത്യത്തിൽ താങ്കൾക്കുള്ള മറുപടി അവിടുത്തെ ജനങ്ങൾ തന്നെ തന്നിട്ടുണ്ട്. ഇത് കാണുന്ന ജനങ്ങൾ തന്നെ തന്നിട്ടുണ്ട്. ജനുവിനായി എനിക്കും ചോദിക്കാനുള്ളൊരു ചോദ്യം അതാണ്. എത്ര കാലം താങ്കൾ MLA ആയും MP യുമായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്? എന്ത് തേങ്ങയാണ് താങ്കൾ കേരളത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ദയവ് ചെയ്ത് അതൊന്ന് പബ്ലിഷ് ചെയ്യാം. ഞാൻ ഇന്നതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം മോഡിയോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ താങ്കൾക്കുള്ള അതേ റൈറ്റ്സ് താങ്കളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾക്കുമുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളാണ് വോട്ടിട്ട് തന്ന് ഇത്രയും നാളും താങ്കളെ പോഷിപ്പിച്ച് ഡൽഹിയിലും കേരളത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. അതുകൊണ്ട് താങ്കൾ ഒന്ന് പറയൂ, എന്ത് മല മറിച്ചു ഇതുവരെ MP ആയും MLA ആയിട്ട് ഇരുന്നിട്ട്? ഇനി CPI-യുടെ വലിയ ആളായിട്ട് ഇരുന്നു കൊണ്ട് ബൂർഷയ്ക്കെതിരെയും പണക്കാർക്കെതിരെയും ഈ പറയുന്ന BJP-ക്കെതിരെയും ഒക്കെ വലിയ രീതിയിൽ ആഞ്ഞടിക്കുന്ന നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. 45 വർഷം തിരുവനന്തപുരം നഗരസഭ ഭരിച്ച നിങ്ങൾ എന്ത് മെച്ചമാണ് അവിടത്തേക്ക് ഉണ്ടാക്കി കൊടുത്തത്? എന്തെങ്കിലും മെച്ചം ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ജനങ്ങൾ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് BJP-യെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുമായിരുന്നു. ഈ ഒറ്റ ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. മോഡി മതേതരത്തിന്, നിങ്ങൾക്ക് മതേതരത്വത്തെ പറ്റി പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? ഏറ്റവും കൂടുതൽ ഇവിടെ വർഗീയത പറയുന്നത് നിങ്ങൾ സഖാക്കന്മാരാണ്. ഞങ്ങൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഹിന്ദു വിഭാഗത്തെ തഴഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗത്തിന് വലിയ രീതിയിലുള്ള പ്രീണനം കാഴ്ചവെക്കുമ്പോൾ അതേപറ്റി സംസാരിക്കുന്നവരെല്ലാം വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നത് നിങ്ങളുടെ അടവാണെന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി തിരുവനന്തപുരം നഗരസഭയിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ മാസ്റ്റർ പ്ലാൻ, ആ മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ?
ഒരിക്കലും ഇല്ല. അത് പ്രധാനമന്ത്രി 23-ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിനു മുൻപ്, അതായത് അതേ ദിവസം രാവിലെ തന്നെ കൃത്യമായ വിശദീകരണം മേയർ വി രാജേഷ് മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. എന്താണ് നൽകിയത്? പറഞ്ഞത് ഇതാണ്: പ്ലാൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഞങ്ങൾ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനോട് കൂടി ആലോചിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അത് സെറ്റ് ചെയ്തതിന് ശേഷം പൂർത്തിയായിട്ടായിരിക്കും ഞങ്ങൾ ആ പ്ലാൻ പുറത്തേക്ക് വിടുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്. പ്ലാൻ ചേഞ്ച് ആയെന്നോ പ്ലാൻ ഇനി നടപ്പിലാക്കുന്നില്ലെന്നോ ഇനി പിണറായിയും താങ്കളുടെ പാർട്ടിക്കാരും ചെയ്യുന്നത് പോലെ ജനരോഷം ഉയരുമ്പോൾ യു ടേൺ അടിക്കുന്നെന്നോ അവർ പറഞ്ഞില്ല. കൃത്യമായി പൂർത്തിയാകാത്ത ഒരു സംഗതി വെച്ചിട്ടല്ല ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട്, അതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ടും കൂടിയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒരു മേയർക്ക് നഗരസഭയിൽ ചെയ്യാവുന്ന കാര്യത്തിന് പരിധികളുണ്ട്. ആ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർപ്പാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഒരു മേയർ തന്നെയാണ് വി രാജേഷ്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ബിനോയ് വിശ്വം? നിങ്ങളുടെയൊക്കെ പ്രായം കുറഞ്ഞ മേയറുടെ കഴിവുകേട് കൊണ്ടാണ് BJP ഇപ്പോൾ ആ സീറ്റിൽ കയറിയിരിക്കുന്നത്. കയറി ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളായിക്കോട്ടെ, അദ്ദേഹം ഒരു ഫോൺ ഇൻ കോൾ പരിപാടിയിൽ പങ്കെടുത്തതായിക്കോട്ടെ, എന്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ട് എനിക്കത് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ഞാൻ വലിയ രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതൊക്കെ ജനങ്ങൾ അറിയേണ്ടതാണ്. ഒരു മണിക്കൂറിനുള്ളിൽ എത്ര ആളുകളാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, അദ്ദേഹത്തിന് എത്ര കാര്യങ്ങളാണ് അദ്ദേഹം തീരുമാനമാക്കി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോലീസുകാരി തെരുവ് നായെ വീട്ടിലിട്ട് വളർത്തുന്നു. ഇവിടെ നിന്നും ഏഷ്യാനെറ്റിൽ നിന്നും ഒരു റിപ്പോർട്ടർ ചെന്ന് അത് ഇങ്ങനെ ആളുകൾക്ക് മുന്നിൽ കാണിച്ചുകൊണ്ട് പറയാണ്, വി രാജേഷിനോട് ഇത് പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മേയർ ഇതിന് തീരുമാനം ഉണ്ടാക്കണമെന്ന്. മുൻപ് ആര്യ രാജേന്ദ്രനോട് തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയാനായിട്ടുള്ള ധൈര്യം ഏതെങ്കിലും ജേർണലിസ്റ്റിന് ഇവിടെ ഉണ്ടായിരുന്നോ? BJPയോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ സാധിക്കുന്നത് അവരത് ചെയ്തു തരും. ഇനി അങ്ങനെ ചോദിച്ചാൽ തന്നെ അവർ വേറൊന്നും പറയാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ചോദിക്കാനുള്ള അവകാശം ഒരു ജനത്തിനുണ്ട്. അതാണ് ജനാധിപത്യം. അല്ലാതെ അങ്ങനെ ചോദിക്കുന്ന ജനത്തിന്റെ തലയെ കയറി മുള കരക്കുന്നതും അവന്റെ ജോലി കളയുന്നതുമല്ല ജനാധിപത്യം എന്ന ബോധം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ തീരുമാനമാക്കി ആ പോലീസുകാരിനോട് സംസാരിച്ചു, അവർ പട്ടികളെയൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു. ഇപ്പോഴും തിരുവനന്തപുരം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ പട്ടി പ്രശ്നത്തിന്, തെരുവ് നായ പ്രശ്നത്തിന് ആരാണ് പരിഹാരം കണ്ടത്? ഷെൽട്ടേഴ്സ് ഉണ്ടാക്കി തെരുവ് പട്ടികളെ അങ്ങോട്ടേക്ക് മാറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു തെരുവ് നായ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ വന്നിട്ട് പോസ്റ്റ് ഇട്ടത്. FB-ൽ ഇട്ട പോസ്റ്റ് ഇതാണ്: വി രാജേഷ്, നിങ്ങൾ ഈ പട്ടികളെയൊക്കെ എങ്ങോട്ടാ കൊണ്ടുവന്നെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തീരും, മറ്റതാ മറിച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയും നാളും പട്ടികളെ പേടിച്ച് ജീവിച്ചിരുന്ന ആളുകളുടെ പ്രതികരണം കാരണം. അവര് വന്ന് ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? എത്ര കുട്ടികൾ ഇവിടെ പേവിഷബാധ കൊണ്ട് നരകിച്ച് മരിച്ചു. അവരോടൊന്നും തോന്നാത്ത എന്ത് സ്നേഹമാണ് നിങ്ങൾക്ക് ഈ തെരുവിലെ പട്ടികളോടുള്ളത്? ഷെൽട്ടർ ഉണ്ടാക്കി സംരക്ഷിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മനുഷ്യൻ അത് ചെയ്യുന്നതിന് പരിധി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ, സർക്കാർ അതിന് മുൻകൈ എടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെയും കുത്തിത്തിരിക്കാൻ വന്ന് ഈ ചോദ്യം ചോദിക്കാൻ. ഇതേ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് മുൻപുണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചില്ല? ഇപ്പോഴും ഞാൻ പറയുന്നതാണ്, ബിനോയ് വിശ്വം 45 വർഷം ഉണ്ടാക്കാൻ കഴിയാത്തത് 25 ദിവസം കൊണ്ട് ഉണ്ടാക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? ഒരൽപ്പം ഉളുപ്പില്ലേ? ഇനിയും ഇടത് സർക്കാരുകൾക്ക് ഒരു രീതിയിലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ സംഘടന. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഒരു രീതിയിലും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വലിയ രീതിയിൽ നവകേരള സദസ്സ് നടത്തിയത്. എന്തുകൊണ്ടാണ്? ഒരു ക്ലർക്ക് ആയിക്കോട്ടെ, ഒരു വില്ലേജ് ഓഫീസർ ആയിക്കോട്ടെ, ഒരു ചെറിയ ഉദ്യോഗസ്ഥനെ പോലും പാസ്സാക്കി വിടേണ്ട ഒരു ഫയലുകൾ കൃത്യമായി അത് നടക്കുന്നുണ്ടോ? നടന്നില്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇങ്ങനൊന്നും ചോദിക്കാനുള്ള റൈറ്റോ കഴിവോ നട്ടല്ലോ ഒന്നും തന്നെ നിങ്ങളുടെ മന്ത്രിമാർക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ നടന്ന് നാട്ടുകാരോട് നിങ്ങൾ പാസ്സാക്കാത്ത ഫയലുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഞങ്ങൾ അത് ഒരുമിച്ച് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ കൊണ്ടങ്ങ് ശരിയാക്കി തരാം എന്ന് പറയേണ്ടി വന്നു. ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് എടുത്ത ഗവൺമെന്റ് ഓഫീസുകളിൽ നടക്കുകയാണെങ്കിൽ എന്തിനാണ് നവകേരള സദസ്സ്? ആളുകൾ എന്തിനാണ് നിങ്ങൾ ഈ രാജാപാർത്ത യുദ്ധം നടത്തുന്നിടത്തേക്ക് വരുന്നത്? അത് തന്നെ നിങ്ങളുടെ കഴിവുകേടാണ്. വി രാജേഷ് മേയറായി കയറിയതിനു ശേഷം ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് ഒരു പ്രസംഗം നടത്തിയത് നിങ്ങൾ കേട്ടായിരുന്നോ? ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഒപ്പിട്ടിട്ട് കൊടി പിടിക്കാനും ജാഥ നടത്താനും പോകാനും ഒരാൾക്ക് ഇവിടെ പറ്റില്ല. സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നടന്നോ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ ജാഥയ്ക്ക് വരാത്തവര്, ദേശാഭിമാനി പത്രം വാങ്ങാത്തവരെ, പാർട്ടിയുടെ ലെവി അടക്കാത്തവരെ, ഈ പറയുന്ന പോലെ പാർട്ടിയുടെ പ്രത്യേക സംഘടനകളിൽ അംഗമാകാത്തവരെ അങ്ങ് പട്ടിക്കാട്ടിലേക്ക് മാറ്റുക, മാക്സിമം പീഡിപ്പിക്കുക, ജോലി കൊടുക്കാതിരിക്കുക, ഉള്ള ജോലി കളയിക്കുക, ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല. ഇവിടെ ഒരു മനുഷ്യന് മാനുഷിക പരിഗണനയുടെ പേരിൽ അയാൾക്ക് ബസ് സ്റ്റോപ്പുള്ള അല്ലെങ്കിൽ ബസ് സർവീസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് കൊടുക്കണം എന്നൊരു അപേക്ഷ വന്നാൽ അത് പരിഗണിക്കണം. വർക്ക് നടക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അല്ലാതെ ഒരാളുടെയും രാഷ്ട്രീയ യുദ്ധം നടത്തുന്ന ആ ഒരു സ്ഥലമായിട്ട് തിരുവനന്തപുരം നഗരസഭയെ മാറ്റാൻ സാധിക്കില്ല എന്ന ആർജവത്തോടെ പറയാൻ സാധിച്ച ഏക മേയർ BJPയുടെ വി രാജേഷാണ്. നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? ഇത്രയധികം സിസ്റ്റത്തെ, ഇവിടുത്തെ മനുഷ്യരെ നശിപ്പിച്ചു വെച്ചിരിക്കുന്ന നിങ്ങൾ മതേതരത്വത്തെ പറ്റി സംസാരിക്കുന്നു, പറഞ്ഞ വാക്ക് പാലിക്കാത്തതിനെ പറ്റി സംസാരിക്കുന്നു. അതാണ് വീണ്ടും ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? എന്ത് വാക്കാണ് നിങ്ങൾ പാലിച്ചിട്ടുള്ളത്? എയിംസ് എന്നൊക്കെ പറയാനായി അല്ലേ സഖാവേ? എത്ര നാളായി കേരളം ഭരിക്കുന്നത്? എന്ത് മഹങ്ങത്തൊലിയാ കൊണ്ടുവന്നിരിക്കുന്നത്? അങ്ങനെ തന്നെയാ ചോദിക്കുന്നത്. എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ? ഏതെങ്കിലും എയിംസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഭരണകാലത്താണ് ഉണ്ടായിട്ടുള്ളത്.
നിങ്ങൾ അവരുടെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരുന്നു അപ്പോഴെല്ലാം അവിടെ ഒരു ആണിക്കല്ല് വെക്കും. നിങ്ങൾ ഭരണത്തിലേക്ക് വരുമ്പോൾ ആ കല്ലെടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ ആ പദ്ധതി അങ്ങ് നടപ്പിലാക്കി. ഇതല്ലേ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്? അല്ലാതെ സ്വന്തമായി വിഭാവന ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? നിങ്ങളുടെ സംഭാവനകളുണ്ട്. ഈ പറഞ്ഞ പോലത്തെ തൊഴിലാളി സംഘടനകൾ, പണിയെടുക്കാത്ത കുറെ നേതാക്കന്മാര്, പണിയുടെ അല്ലെങ്കിൽ ജോലിയുടെ മഹത്വം അറിയാതെ നമ്മൾ കാള കളിച്ച് നടന്നാൽ മതി, നമുക്ക് രാഷ്ട്രീയം കൊണ്ട് ഇവിടെ ജീവിക്കാം എന്ന് വിചാരിക്കുന്ന കുറെ തൊഴിലാളികൾ. അതൊക്കെ കൊണ്ടാണ് ബംഗാളിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്ന് പണിയെടുക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാരെ നിങ്ങൾ നശിപ്പിച്ചില്ലേ? അവരെ പണിയെടുക്കാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ലല്ലോ. ഇവിടെ പൂട്ടി കിടക്കുന്ന ഓരോ ഫാക്ടറികളും നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അടയാളങ്ങളാണ്. അതാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ റിസൾട്ട്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് നരേന്ദ്രമോദിയെ പോലൊരു വലിയ മനുഷ്യനെ, ലോകം അറിയുന്ന ഒരു നേതാവിനെ വിമർശിക്കാൻ എന്നാണ് ചോദിക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന ഈ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നത് നിങ്ങളെ അറിയുമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്? അദ്ദേഹം പുട്ടിന്റെ തോളത്ത് ഇങ്ങനെ കൈയിട്ട് നടക്കുന്ന ഒരു മന്ത്രിയാണ്. അവർ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഇടുന്ന കണ്ടാൽ തന്നെ നമുക്ക് കൊതിയായി പോകും. അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പാണ് ലോക നേതാവുമായിട്ട്. നിങ്ങൾ ഇവിടെ കിടന്ന് പറയുന്ന ഈ ജൽപ്പനങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? കുറഞ്ഞ വർഷം നിങ്ങളുടെ സഖാക്കന്മാരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ മൈൻഡ് ചെയ്യും? അമേരിക്ക ബൂർഷ്യ, മറ്റത് ബൂർഷ്യ, പണക്കാരൻ ബൂർഷ്യ എന്ന് പറഞ്ഞിട്ട് ഐഫോണും പോക്കറ്റ് ഇട്ട് നടക്കുന്ന നേതാവല്ലേ നിങ്ങൾ? നിങ്ങളുടെ മക്കളൊക്കെ എവിടെയാ? ഇന്ത്യയിലാണോ? കേരളത്തിലാണോ? ഇവിടെയുള്ള കുട്ടികളെ ഒരാളെയും വിദേശ സർവകലാശാലയിൽ പഠിക്കാൻ വിടാതെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അവിടെ വിട്ട് പഠിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ ഇരട്ടത്താപ്പ് വെളിവായതാണ്. ഇനിയെങ്കിലും ഒരല്പം ഉളുപ്പോടുകൂടി മിണ്ടാതിരിക്കുന്നു മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ തനി സ്വഭാവവും നിങ്ങളുടെ ഭരണം എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഒരവസരം കൂടെ തന്നാൽ തെളിയിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്ക് ജനങ്ങൾക്കില്ല. നിങ്ങൾക്ക് പറ്റിയ പണി ആ ബേബി സഖാവ് ചെയ്തതാ. വീട് കയറി ഇറങ്ങി പാത്രം കഴുകി കൊടുക്കുക. തുടർന്ന് കാണുക പോളി ന്യൂസ്.